അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലും സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ കുമ്പളം, കുറ്റ്യാടി, പാലേരി ഭാഗങ്ങളിലുള്ള സർക്കാർ കഴിവുപരമായിട്ട് വിപുലമായ യോഗമായ ഉദ്ദേശിച്ച് നമ്മുടെ കുട്ടികളൊക്കെ നമ്മളറിയാതെ ഒരു കലാസംഘടന പോവുക. ചിലപ്പോഴൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല കഴിവുണ്ട്, പക്ഷെ അത് എങ്ങനെയോ പണം കൊടുക്കാത്തതിനെ കൊണ്ട് അവരുടെ കഴിവ് മരവിച്ചുക. ആ മരവിപ്പിക്കലിൻ്റെ അവസ്ഥയിൽ ഏതോ നിലക്ക് നമ്മൾ ഭാഗവാക്കാറുണ്ട്. അപ്പോൾ പറയുന്നത് എന്താ സംഭവിച്ചാൽ, ഒരു കുട്ടിയും താരാട്ട് പാട്ട് കേൾക്കാതെ വളർന്നിട്ടില്ല, ഒരു തള്ളിയും താരാട്ട് പാട്ട് പാടാതിരുന്നിട്ടില്ല. കാരണം അവിടുന്ന് തുടങ്ങുകയാണ്. പാട്ടിലൂടെയാണ് കുട്ടി കരയുന്നത്, കരച്ച് നിൽക്കുന്നതൊക്കെ പാട്ട് കേട്ടിട്ടാണ്. അത്രത്തോളം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഉള്ള ഒരു സാധനത്തിനെ നമ്മൾ മാറ്റി വെച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഗൗരവമുള്ള ഒരു മനുഷ്യന്മാരെ മാറി. സീരിയസ് മാത്രം സംസാരിക്കുന്ന ആശയങ്ങളുണ്ട്, പക്ഷെ ആശയങ്ങളെ നമുക്ക് അവതരിപ്പിക്കാനുള്ള, സർഗാത്മകമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവില്ല. കഴിവുണ്ട്, പക്ഷെ അത് പ്രായോഗികവൽക്കരിച്ചില്ല. ഇവിടെ ഇപ്പോൾ വരേണ്ടത് എന്താ വെച്ചാൽ രണ്ട് തബലയും ഒരാൾമണി പെട്ടിയൊക്കെ കൂടിയിട്ടാണ് ഈ ശരിക്കും കല ഈ സദസ്സ് പോലും ഉണ്ടാവേണ്ടത് അങ്ങനെയാണ്. അപ്പം നമ്മുടെ കുട്ടികളുടെ കഴിവ് ഇപ്പോൾ നമുക്കൊക്കെ പണ്ടൊക്കെ ഒരു ധാരണ ഉണ്ടെങ്കിലും സംഗീതം പഠിക്കാൻ ഒരുപാട് പ്രയത്നിക്കണം എന്നുള്ളത്. സംഗീതജ്ഞൻ്റെ അടുത്ത് പോകണം, എന്നിട്ട് ഒരുപാട് പഠിച്ച് അവരെ തിരുന്നിട്ടതിന് ശേഷം പിന്നെ അവരുടെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ഒരു കല പഠിച്ച് പുറത്തേക്ക് വരുമ്പോൾ 10 കൊല്ലമൊക്കെ എടുക്കും. പക്ഷെ നമ്മുടെ ചാനല്, ഫ്ലവേഴ്സ് ചാനല് പോലത്തെ ചാനല് അതിന് തകടം മറിച്ചു. 3 വയസ്സുള്ള കുട്ടി നന്നായിട്ട് പാട്ട് പാടിയിട്ട് അവരുടെ കഴിവൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പം ഏത് കുട്ടീനെയും നമുക്ക് എങ്ങനെ മോൾഡ് ചെയ്തെടുത്താലേ അപ്പൊ കലയ്ക്ക് എത്ര സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ഈ രംഗത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. അപ്പം നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ അകത്തളങ്ങളിലൊക്കെ കലയ്ക്കൊരു ചാൻസ്, സാധ്യത കൊടുത്താൽ മാത്രമേ നാളത്തെ തലമുറക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോ പറമ്പിലും 10 വീടുകളിടത്തൊക്കെ നമ്മുടെ കലയ്ക്ക് വേണ്ടി ഒരു ഇടം കണ്ടെത്തണം. കേരളത്തിൽ മാത്രമാണ് അത് ഇല്ലാത്തതുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലും പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യ ഗാനമാണ് ഉണ്ടാക്കുക. അപ്പം നമുക്ക് അവിടെ ഏത് പ്രഭാഷണം ചെയ്യുമ്പോഴും ആദ്യം ഒരു ഗാനത്തിന് അല്ലെങ്കിൽ കലക്ക് കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാം. കുറ്റ്യാടിയിലൊരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പരിപാടി വെക്കുമ്പോൾ കലയുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ നന്നായിട്ട് വീട്ടിൽ നിന്ന് ഒഴുകും. എന്താ സംഭവം? അതിനോടുള്ളൊരു ആഗ്രഹമാണ്. നമ്മുടെ കരിമൻ്റെ ഒരു പരിപാടി ടാഗോറിൽ വെച്ച് നടത്തിയിരുന്നു. ടാഗോറിൽ വെച്ച് നടക്കുമ്പോൾ നമ്മുടെ പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ കൈരളി ചാനലിലേക്കാണ് ടൈപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ കൈരളി ചാനലുകാർ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു ആദ്യത്തെ 3 വരി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് തരട്ടോ. ആദ്യത്തെ 3, കാരണം ക്യാമറ സെറ്റ് ചെയ്ത് പിടിക്കാനാണ്. 4 മണിക്ക് നമ്മൾ 2 LCD പ്രൊജക്ടർ പുറത്ത് വെക്കുമ്പോൾ ചോദിച്ചിട്ട് എന്താ ഇത് കഥ, ഒരു പരിപാടിക്ക് ഇതാണ് ചെയ്യേണ്ടത്, ആദ്യം ഉള്ളങ്ങൾ ഫിറ്റാക്കാൻ നോക്കി, എന്നിട്ടല്ല പുറത്ത്. ഞമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടാണ് 6 മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യേണ്ടത്. കാരണം ആളുകളുടെ പരം. അപ്പം ആളുകൾക്ക് അത്രയും താല്പര്യമുണ്ട്. അപ്പം അത് നമുക്ക് ചെയ്യണം. കുറ്റ്യാടിയിൽ നമ്മൾ സഞ്ചാരം നടത്തിയപ്പോൾ നമുക്ക് ഉണ്ടായ ആവേശം, എത്രമാത്രം ആളുകളുടെ മതിപ്പുണ്ടാക്കിയ ആ സഞ്ചാരം കുറ്റ്യാടിയിലൊക്കെ ആഘോഷമാക്കിയിരിക്കുന്നു. എന്തിനാ നമ്മുടെ ആഘോഷങ്ങൾ നശിപ്പിക്കുന്നു? നമ്മുടെ സർഗാത്മക കഴിവ് എന്തിനും നശിപ്പിക്കണം? ഈ ഒരു ചോദ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിന് വളരെ സീരിയസ് ആയിട്ട് ഇല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അവരുടെ കലയും അവരുടെ കഴിവിനെ ഒരിക്കലും അവരുടെ കഴിവ് എന്താക്കും? സോഷ്യൽ മീഡിയയിലൂടെ 2 പാട്ടൊക്കെ പാടി. സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമ്മൾ ആരും സപ്പോർട്ടൊന്നും വേണ്ട, അവർ സ്വന്തം തന്നെ അത് നമ്മളിലേക്ക് ആക്കിയിട്ട് അതിലെ വരികൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പാട്ട് അവർ പാടിക്കൊള്ളും. ആ വരികളെ മാറ്റുക എന്നതാണ് നമ്മുടെ വലിയ ദൗത്യം. അതിനുള്ള ഒരു ശ്രമമാകണം. അതിനാണ് നമ്മൾ 50 ചാപ്റ്ററെങ്കിലും കോഴിക്കോട് ജില്ലയിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വ്യത്യസ്തമായ കഴിവുകളാണ്. ഒരു കഴിവുമില്ലാതെ ഒരു കുട്ടി പോലും ഇല്ലാത്തതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവൻ്റെ ഒക്കെ കൂട്ടായ്മ നമ്മുടെ ബീച്ച്, ഞാൻ
ഇവരുടെയൊക്കെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക. അപ്പോൾ ഒരു ടീം പിന്നെ കലയുമായി ചിത്രകല ഉണ്ടാവും, വേറെ ടീം നാടകം ഉണ്ടാവും, വേറെ ടീം സിനിമാ രംഗത്തുണ്ടാവും. സജീവമാകട്ടെ നമ്മളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ചർച്ചയാവണമെന്നുള്ളതിന്റെ കുറ്റ്യാടി എന്ന് പറയുമ്പോൾ കലാസാഹിത്യ രംഗത്ത് ആ രംഗത്തേക്ക് മുസ്ലിങ്ങൾ കാര്യമായി കടന്നു ചെന്നിട്ടില്ലാത്ത കാലത്ത് തന്നെ വിപ്ലവകരമായ രീതിയിൽ കടന്നു വരികയും വളരെ ധീരമായി മുമ്പോട്ട് പോവുകയും ചെയ്ത ഒരു പ്രദേശമാണ് മൊത്തം കുറ്റ്യാടി. അതിൽ നേരത്തെ എണ്ണിയ ആളുകളൊക്കെ നമുക്കറിയാം. അതിൻ്റെ അവസാനത്തെ ഒരു കണ്ണിയാണ്, നഷ്ടപ്പെട്ടവരിൽ അവസാനത്തെ കണ്ണിയാണ് ഖാലിദ് മാഷ്. ഖാലിദ് മാഷ് ഉൾപ്പെടുന്ന ഒരു വലിയ സംരംഭം അടയാളം എന്ന ഒരു കുറ്റ്യാടിയുടെ ചരിത്രം നമ്മളൊരു നാടകവൽക്കരിച്ച് അവതരിപ്പിച്ചിരുന്നു. അതിൽ നല്ലൊരു പങ്ക് വഹിച്ച ആളാണ് ഖാലിദ് സാഹിബ്. അതിൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേജും അതുപോലെ സ്ക്രീനും വീഡിയോ വാളും കൂടി ഉപയോഗിച്ചുകൊണ്ട് 10-60-ലേറെ കലാകാരന്മാർ, 100ഓളം കലാകാരന്മാർ കുട്ടികളടക്കം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ചെറിയ ഒരു സമയം കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആഴ്ച കൊണ്ട് ശരിയാക്കിയെടുത്തൊരു സംഭവമായിരുന്നു. അത് നമ്മുടെ പ്രസ്സിലെ പ്രസിദ്ധീകരിച്ച കുറ്റ്യാടിയെ കുറിച്ചുള്ള ാണ് അന്ന് നമ്മൾ ഈ അടയാളം എന്ന നാടകം രൂപപ്പെടുത്തിയത്. അപ്പൊ അന്ന് ആ ഒരു പരിപാടി നടത്താൻ വേണ്ടി ഇപ്പൊ ഇവിടെ വന്നിട്ടില്ലാത്തവർ ഉൾപ്പെടുന്ന ഒരുപാട് ആളുകൾ അതിൽ അഹോരാത്രം അധ്വാനിച്ചിട്ടുണ്ട്, അതിന്റെ റിഹേഴ്സലിലും മറ്റുമൊക്കെ. അപ്പൊ ഇവിടുന്ന് ആളുകളെ, ഓരോന്നിനും പറ്റിയ ആളുകളെ തെരഞ്ഞെടുക്കാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ മേലേന്ന് ബാക്കിയൊക്കെ അടിയൊത്തൊരു അടിത്തറ ഇവിടെ ഉണ്ട്, ഇനി മേൽഭാഗത്താണ് നമ്മൾ കളിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് കുറ്റ്യാടി കേന്ദ്രീകൃതമായി നമുക്ക്, ഞാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഒരു സിനിമ വരെ ഉണ്ടാവേണ്ടത്. അപ്പൊ അതിനെ ഞങ്ങൾക്ക് പിന്നെ പറയാനും ബന്ധപ്പെട്ട കുറ്റ്യാടി ഭാഗത്തുനിന്ന് തനിമയുടെ ജില്ലാ സമിതിയിൽ പാലക്കാട്ടുകാരനായ സുൽത്താൻ സാഹിബ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ CCA കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണ്. നിങ്ങൾ തന്നെ ഇതിൽ പുതുതാണ്, ഈ നേതൃത്വം തന്നെ ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ. ഒരു ചാപ്റ്റർ രൂപീകരിക്കണം. ആ ചാപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തി ഇതിലിനി വരേണ്ട എല്ലാവരും നമ്മൾ ഉൾപ്പെടുത്തണം. ഇവിടെ അടയാളം എന്ന് പറഞ്ഞൊരു കലാ വേദി ഉണ്ടല്ലേ, ആ നാടകവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചൊരു അതവിടെ നിന്നോട്ടെ. അതിലപ്പുറം തനിമക്ക് വളരെ പ്രബലമായ ഒരു ചാപ്റ്ററുകൾ ഉണ്ടാവണം. ആ ചാപ്റ്ററിലുള്ള ഓരോ ആളും ആ ചാപ്റ്ററിലൂടെ വളരണം. മീൻസ് ഓരോരുത്തർക്കും ഇടമുണ്ട്. എഴുതുന്നവർക്കും പ്രവാചകർക്കും പാടുന്നവർക്കും സംവിധാനം ചെയ്യുന്നവർക്കും അഭിനയിക്കുന്നവർക്കും എല്ലാവർക്കും അവസരമുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കാലത്തെ കുറിച്ച് ഞാൻ പറയണ്ടില്ല, ഉണ്ടോ? ഇപ്പോഴുള്ള കാലം നമ്മൾ ഒരുപാട് ബാക്കോട്ട് പോയിട്ട് ചരിത്രങ്ങൾ മാന്തിയെടുത്ത് അവതരിപ്പിക്കേണ്ടതായിരുന്നു, ഇല്ലേ? മനസ്സിലായേ? അങ്ങനെ തന്നെ നോക്കിക്കാണാൻ നമുക്ക് പറ്റൂല. അതിന് മറുപടി പറയേണ്ട ആവശ്യം നമുക്കില്ല. കാരണം അവാസ്തവമായ കാര്യങ്ങൾ, വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവര് നമുക്കെതിരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ നമ്മുടെ ഈ കലാസാഹിത്യ രംഗങ്ങളിലൂടെ നമ്മൾ അതിനുള്ള മറുപടി കൊടുക്കണം. നമുക്കിപ്പോ വടകര മേഖലയിലാണ് കുറുവള്ളിയുണ്ട്, കോമശ്ശേരിയുണ്ട്, അതുപോലെ വടകരുണ്ട്. കുറ്റ്യാടി മേഖല എന്ന് പറയുന്ന സ്വഭാവത്തിൽ നമുക്ക് ഞാനപ്പോ അതുണ്ടാക്കാം. കുറ്റ്യാടിയിൽ വേറെ ഒക്കെ പിന്നെ ഫൈൽസ് എന്താണ്, ഫൈബേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആൾക്കാർ അവരെ കൂടെ എന്താ പറഞ്ഞു പിന്നെ വിപുലമായ രീതിയിൽ വിളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് 7-ാം തീയതി പാലേരി ഏരിയയിലുള്ള മുഴുവൻ കലാരംഗത്തെ പന്തിരിക്കാൻ ഉൾപ്പെടെയുണ്ട്. ഡേറ്റ്
ഇത് മാർച്ച് 7 ഞായർ 4 കമ്മിറ്റി ഭാരവാഹികള് പിന്നെ ഇടമേശ്വരം ഞങ്ങൾ കൺവീനർ ലീസ്റ്റ് ഉണ്ടാക്കണം ഈ ഭാഗത്തുള്ള നമ്മളുണ്ട്. ഏറ്റവും ആകർഷണീയമായത് അതിനുശേഷം വന്ന സംസ്ഥാന മൊത്തത്തിൽ നടന്ന ചർച്ചയിൽ കുറ്റ്യാടിയിലാണ് ഏറ്റവും നല്ല സ്വീകരണം നൽകിയത് അവർ പ്രഖ്യാപിച്ചത്. അപ്പം അത്രയും തനിമയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മണ്ണാണ് കുറ്റ്യാടി. അപ്പം നമ്മൾ ശരിക്ക് അങ്ങോട്ടൊരു വിത്തെറിഞ്ഞു കൊടുത്താൽ മതി, വളമെല്ലാം വന്ന് ചേർന്ന് ചുറ്റപ്പെട്ടു. അപ്പോൾ വിത്തെറിയുമ്പോൾ നല്ല വിത്ത് നോക്കി വരുന്നു. ഇൻഷാല്ലാ ചെറിയ കുമ്പളത്തും അതിനുശേഷം കുറ്റ്യാടിയും പരിസരങ്ങളിലെല്ലാം തനിമ ഒരു വടവൃക്ഷമായി വളരട്ടെ. പിന്നെ പ്രസ്ഥാനത്തിന് ഇതുകൊണ്ട് മെച്ചമുണ്ടാവും. പല സ്ഥലത്ത് നമുക്ക് അങ്ങനെ തന്നെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പുറകിൽ ആളുണ്ടാവും. കാരണം അനുഭവം വെച്ച് പറയുമ്പോൾ പ്രസ്ഥാനത്തിലേക്ക് ഇങ്ങോട്ട് വരാൻ മടി കാണിച്ച് നിൽക്കുന്നവർ തനിമയിൽ വന്നതിന് ശേഷം പിന്നെ വീട്ടിൽ പ്രസ്ഥാനത്തിലേക്ക് സജീവമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഉദ്യമം വളരെ വിജയമാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് വരണം. സുഖത്തേടി അലയുന്നു സഹികേട്ട് തിരയുന്നു സ്വപ്നത്തിൻ തീരത്തിൽ കണ്ണീരിൻ മേഘത്തിൽ സുഖലോലം തേടുന്നു സുഖലോലം തേടുന്നു മോഹം കലരാറില്ല അള്ളാഹുവിന്റെ സാമീപ്യം ശ്രമിക്കാനുള്ള ആഗ്രഹം പ്രവേശിക്കുന്നു. അള്ളാഹുവിനോട് അടുക്കാൻ വ്യത്യസ്ത വഴികൾ, ആ എല്ലാ വഴികളിലും നമ്മൾ കയറി നോക്കുകയാണ് യഥാർത്ഥം ചെയ്യുന്നത്. രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും മതപരമായിട്ടും കലാപരമായിട്ടും അതേപോലെ സ്പോർട്സ് രംഗത്തും ഏത് മേഖലയിലാണോ അള്ളാഹുവിന് വൃത്തി സമ്പാദിക്കാൻ നമുക്ക് സാധിക്കും, അതിനുള്ള അന്വേഷണം എങ്ങനെയൊക്കെ അത് കഴിയും എല്ലാ വഴികളെയും നമ്മൾ വ്യത്യസ്ത ശാഖകളിലൂടെ ഈ മഹത്തായ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ മനുഷ്യന്മാരെ പടക്കുമ്പോൾ എന്തിനാ പഠിച്ചോനെ ചെയ്യുന്നത്? നിനക്ക് കീർത്തനങ്ങൾ പ്രാർത്ഥിക്കാൻ, നിനക്ക് സ്തുതി ചെയ്യാനൊക്കെ ഞങ്ങളുണ്ടാവും എന്ന് ചോദിച്ചത്. അപ്പൊ അള്ളാഹു അവരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാണ്. അപ്പൊ ദിക്റുകളെ കുറിച്ചും ദുആയെ കുറിച്ചും ഖുർആൻ തന്നെ പറയുന്നത് സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സൃഷ്ടികളും തസ്ബീഹ് ചെയ്യുന്നു. പക്ഷെ കല അതേപോലെ തന്നെ ഉള്ള സംഗീതം പോലെയുള്ള കാര്യങ്ങൾ അതിൽ മുന്നോട്ട് പോകുന്നത് മനുഷ്യരാണ് എന്നാണ് പറയുന്നത്. അത് അള്ളാഹു തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരു കഴിവാണ്. ആ അർത്ഥത്തിൽ ഇതിനെ നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയോജനപ്പെടുത്താൻ ഉള്ള ഒരു വേദി എന്നതാണ് തനിമ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കലാവേദികൾ നമ്മുടെ പരിസരത്തോ ഏരിയയിലോ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ കുട്ടി. ഇവിടെ തന്നെ പല വേദികളും ഉണ്ടാകും. പറയപ്പെടാത്ത ധാരാളം കലാ സംവിധാനങ്ങൾ വേറെയും നമ്മുടെ ഏരിയകളിലൊക്കെ ഉണ്ടാകും. തനിമ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കല കലക്ക് വേണ്ടി എന്നതല്ല, കല പടച്ചതമ്പുരാന് വേണ്ടി എന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മളൊരു വലിയ വിവാദത്ത് എന്ന നിലക്കാണ് നമ്മളതിനെ കാണേണ്ടത്, സംഘടിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ ഉള്ള നമ്മുടെ പരിശ്രമങ്ങൾ അള്ളാഹു വിജയിപ്പിച്ച് ചെയ്യുമാറാകട്ടെ. ഇവിടെ ഈ സായാഹ്നം അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നോട്ട് പോയി നമ്മുടെ അറിവില്ലായ്മ
ആമേൻ. നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ നേരത്തെ CK കാലിമാഷോട് അനുസ്മരിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം അനുസ്മരിച്ചു. അല്ലാതെ അടുത്ത ബന്ധവും പരിചയമുള്ള ആൾക്കാർ